നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അരവിന്ദ് കെജ്രിവാളിനും എഎപിക്കും വമ്പൻ തിരിച്ചടി. പാർട്ടിക്കുള്ളിൽ തമ്മിൽകുത്ത് മൂർച്ഛിച്ചതോടെ 8 MLA-മാരാണ് എഎപി ബിജെപിയിൽ ചേർന്നത്. രാജിവെച്ച് മണിക്കൂറുകൾ തികയും മുമ്പാണ് എഎപിയെ ഞെട്ടിച്ചുകൊണ്ട് MLA-മാർ ബിജെപി പാളയത്തിലേക്ക് ചേക്കേറിയത്. ഭാവന ഗൗർ, മദൻ ലാൽ, ഗിരീഷ് സോണി, രാജേഷ് ഋഷി, നരേഷ് യാദവ്, പവൻ ശർമ്മ എന്നിവരാണ് 8 എഎപി MLA-മാരിൽ ഉൾപ്പെടുന്നത്. MLA-മാരായ BS ജൂൺ, രോഹിത് മൊഹ്ലോയ, മുൻ MLA വിജേന്ദ്ര ഗാർഗി, എഎപി കൗൺസിലറായിരുന്ന അജയ് റായ് എന്നിവരും ബിജെപിയിൽ ചേർന്നു. നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്ന ഡൽഹി സർക്കാർ കുംഭകോണങ്ങളിലും അഴിമതിയിലും പ്രവർത്തിക്കുകയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ രാജ്യതലസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. കെജ്രിവാളിന്റെ പാർട്ടിക്കെതിരെ ശക്തമായ തരംഗമുണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്നും ആളുകൾ ചൂലുകൊണ്ട് എഎപി തൂത്തുവാരുമെന്നും അമിത്ഷാ പറയുന്നു. അഴിമതി ആരോപണവും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MLA-മാർ രാജിവെച്ചത്. മുൻ എഎപി MLA ആയ വിജേന്ദ്ര ഗാഗറും കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ മറ്റ് നിരവധി നേതാക്കളും ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റും ഡൽഹി ബിജെപിയുടെ ചുമതലയുള്ള ബൈജന്തി പാണ്ഡെയുടെയും സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയുടെയും സാന്നിധ്യത്തിലാണ് സംഘടനയിൽ ചേർന്നത്. MLA-മാരെയും നേതാക്കളെയും ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത ബൈജന്ത് പാണ്ഡ ഇവർ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനാൽ ഇത് ചരിത്ര ദിവസമാണെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയും അതിൽ നിന്ന് മുക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. വർണ്ണാഭമായ ചടങ്ങിലാണ് എഎപി MLA-മാർ ബിജെപിയിൽ എത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ എതിരാളികളുടെ ക്യാമ്പിലേക്ക് തന്നെ പാർട്ടി വിട്ടവർ ചേക്കേറിയത് എഎപിക്ക് ഉണ്ടായ ക്ഷീണം ചില്ലറയല്ല. 2.5 പതിറ്റാണ്ട് കാലത്തെ അധികാര വരൾച്ച തീർക്കാൻ ഒരുങ്ങിയ ബിജെപിയും ഹാട്രിക് ജയം തേടി ഭരണം തുടരാൻ എഎപിയും ഒരുങ്ങുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങൾ ഡൽഹി വേദിയായിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.